ഹജ്ജിന്റെ പേരിൽ മലപ്പുറത്ത് മുൻ ലീഗ് നേതാവ് 8 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. മുൻ യൂത്ത് ലീഗ് നേതാവ് VP അഫ്സലിനെതിരെയാണ് ആരോപണം. ആരോപണ വിധേയനെ മുസ്ലിം ലീഗ് സംരക്ഷിക്കില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം ആ നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്താവും. ഒരൊറ്റ ക്രിമിനലിനെയും കുറ്റവാളിയെയും അയാൾ കുറ്റവാളിയാണെങ്കിൽ സഹായിക്കുന്ന നിലപാട് മുസ്ലിം ലീഗോ അതിൻ്റെ നേതാക്കന്മാരോ സ്വീകരിക്കില്ല. മുബഷീർ P. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഹജ്ജിന്റെ പേരിൽ നടന്ന തട്ടിപ്പാണ്, 8 കോടിയുടെ തട്ടിപ്പാണ്. ഇതിലെന്തായാലും VP അഫ്സലിനെ സംരക്ഷിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ലീഗ് വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? 8 കോടി രൂപയുടെ ഹജ്ജ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു മലപ്പുറം തിരങ്ങാടിയിലെ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള VP അഫ്സലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. 100-ലധികം ആളുകളിൽ നിന്ന് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെടുത്ത് 8 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി. അദ്ദേഹം കേസ് അട്ടിമറിക്കാൻ പാകത്തിൽ ലീഗ് നേതാക്കളുടെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു ഇരകൾ ആരോപിച്ചിരുന്നത്. വിശേഷിച്ച് മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള VP അഫ്സലിനെ പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആളുകളെ പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം പറഞ്ഞു വെക്കുന്നത്. ലീഗിന്റെ ഏതെങ്കിലും നേതാക്കളോ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുകയാണെങ്കിൽ ആ ഒരു നിമിഷം തന്നെ ഈ പറയപ്പെടുന്ന നേതാക്കളൊക്കെ തന്നെ പുറത്താക്കാനുള്ള സംവിധാനമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഒരു കാലത്തും സംരക്ഷിച്ചിട്ടില്ല. അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിനോട് മുസ്ലിം ലീഗ് അത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെക്കുന്നത്. നേരത്തെ 8 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പലയിടങ്ങളിൽ നൽകിയിട്ടും അതിൽ പരിഹാരമാകാത്ത സാഹചര്യത്തിലായിരുന്നു വലിയ പ്രതിഷേധവുമായിട്ട് ഹജ്ജ് തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഇരകൾ രംഗത്ത് വന്നിരുന്നത്. പ്രതിഷേധം നടത്തിയിട്ടും ഇയാളെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. മുസ്ലിം ലീഗിന് വിശേഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മലബാറിൽ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൂട്ടുകയാണ് ഇപ്പോൾ ലീഗ് ഇയാളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ആരോപണങ്ങൾക്ക് പിന്നാലെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ അവിടെയുള്ള യൂത്ത് ലീഗിന്റെ നേതൃത്വം അറിയിച്ചിരുന്നത്. അതേസമയം താൻ ലീഗിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്, ലീഗ് പ്രവർത്തകരാണ്, ലീഗിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു VP അഫ്സലും പറഞ്ഞിരുന്നത്. എന്തായാലും ലീഗ് ആ നിലയിൽ തന്നെ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു.